അപ്പം നമുക്ക് മാരിയ ഫ്രെഡ് പോയാലോ? അപ്പം നമ്മൾ പോകാൻ പോകുന്നത് മാരിയ ഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീഡനിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. വളരെ ലേറ്റായിട്ട് ഫോം ചെയ്തൊരു മുനിസിപ്പാലിറ്റിയാണത്. നമ്മൾ ഫെയറി ടെയിൽസിലൊക്കെ കാണുന്ന പോലെയുള്ള കാസിൽസും ഒക്കെയുള്ള ഒരു 500 years ഹിസ്റ്ററി ഉള്ള ഒരു കുഞ്ഞു മുനിസിപ്പാലിറ്റിയാണ് മാരിയ ഫ്രെഡ്. മാരിയ ഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഗ്രിപ്സ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസിലുണ്ട്. അത് ഒരു 500 years മുമ്പ് സ്വീഡനിലെ ഒരു കിങ്, അതായത് സ്വീഡനെ ഏകീകരിച്ചിട്ടുള്ള ഒരു കിങ് ബിൽഡ് ചെയ്തതാണ്. അത് ബിൽഡ് ചെയ്തതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാരിയ ഫ്രെഡ് എന്ന് പറയുന്ന ആ ഒരു മുനിസിപ്പാലിറ്റിക്ക് ആ പേര് വരാനുള്ള കാരണം തന്നെ അവിടെ പണ്ട് ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രിയുടെ നെയിമിന്റെ മീനിങ് എന്ന് പറയുന്നത് മറിയത്തിന്റെ സമാധാനം എന്നുള്ളതായിരുന്നു. ആ ഒരു മൊണാസ്ട്രി ആയിരുന്നു അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഐഡിയൽ അല്ലെങ്കിൽ ആ പ്ലേസിനെ വെൽ നോൺ ആക്കിയത്. അപ്പൊ ആ മൊണാസ്ട്രി പൊളിച്ചിട്ട് അതിൻ്റെ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ കാസിൽ ബിൽഡ് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ ഈ കാസിൽ ലൈക്ക് എന്താ പറയുക, ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് സ്വീഡിഷ് കിങ്സും ക്വീനുകളും ഒക്കെ അവിടെ താമസിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്പെഷ്യലായിട്ട് ഉള്ള സ്പെഷ്യലായിട്ടുള്ള തടവുകാരെ മീൻസ് ഇപ്പോൾ കിങ്ങുകളോ ഇപ്പോൾ രാജാധികാരം നഷ്ടപ്പെട്ട കിങ്ങുകൾ, അവരെയൊക്കെ തടവിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ കാസിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കാസിൽ ഇപ്പോൾ ഭയങ്കര ഒരു സ്വീഡിഷ് നാഷണൽ പോർട്രേറ്റ്സ് മ്യൂസിയം ആയിട്ടാണ്, അതായത് സ്വീഡനിലെ ഒരുപാട് എന്താ പറയുക ചരിത്രകാരന്മാരുടെയും അതുപോലെ റിഫോമേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, അവരുടെയൊക്കെ പോർട്രേറ്റ്സ് നിറച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ മ്യൂസിയം, അല്ലെങ്കിൽ മ്യൂസിയമാണ്, പോർട്രേറ്റ് മ്യൂസിയമാണ്, നാഷണൽ പോർട്രേറ്റ് മ്യൂസിയമാണ് അത് ഇപ്പോൾ. പിന്നെ കാസിലേക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 210 SEK ആണെന്ന് തോന്നുന്നു. ഇതൊരു സ്റ്റോക്ക്ഹോമിൽ നിന്ന് 50 kilometers മാറി മലർലൻ ലേക്കിന്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അതിന് എന്താ പറയുക, ഇവിടുത്തെ വ്യാവസായികമായിട്ടുള്ളതും അതുപോലെ തന്നെ ആർമിപരമായിട്ടും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാസിലായിരുന്നു അത്. സോ ആൻഡ് ആ ഒരു എന്താ പറയുക ചരിത്രവും അതുപോലെ തന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ സീനറീസും ഇതൊക്കെ കൊണ്ടും ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്വീഡനിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മാരിയ ഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റി. കാറ് പാർക്ക് എടുത്തുനിന്ന് ഒരു 400 meter നടന്ന് എൻട്രൻസിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് കേട്ടോ. പീരങ്കി ക്യാനൻസ്, എൻ്റെ പൊന്നെ ഇതെന്തത്? ആ പഴയ കൺസ്ട്രക്ഷനും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അതിശയം ഇങ്ങനെ ഉള്ളിൽ ഉണ്ടാക്കും. പിന്നെ ഒരു വിഷ് വെല്ല് കണ്ടായിരുന്നു നമ്മൾ, അവിടെ കോയിൻ ഇട്ടിട്ട് വിഷ് ചെയ്യാം എന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു ഗ്രാൻഡ് ഫീസ്റ്റിൻ്റെ, അന്നത്തെ കാലത്ത് ഗ്രാൻഡ് ഫീസ്റ്റ് നടത്തിയിരുന്നൊരു ഡൈനിങ് ഹാളാണ്. അവിടെ കുറേ ഡൈനിങ് ടേബിൾസും ചെയേഴ്സൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ലേക്കിൻ്റെ വ്യൂ ആൻഡ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ നല്ല കാറ്റ് അടിപൊളിയാണ്. അതുപോലെ തന്നെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാരിയ ഫ്രെഡിൻ്റെ സിറ്റി വ്യൂ, പഴയ സിറ്റിയുടെ ഒരു വ്യൂ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ലേക്കും അതുപോലെ തന്നെ സിറ്റിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് അതിലെ നടന്ന് നമുക്ക് ആ സിറ്റിയുടെ അടുത്തേക്ക് പോകാൻ പറ്റും. സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വളരെ ചെറിയൊരു സിറ്റിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലഞ്ചൊക്കെ കഴിച്ച് പതുക്കെ എല്ലാം ആസ്വദിച്ച് തിരികെ പോന്നു. ഇതാണ്
സ്വീഡനിലെ തന്നെ ഏറ്റവും നാരോവസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്റ്റീം എൻജിൻ ഉള്ള റെയിൽവേ ഇപ്പോഴും ഇവർ ഇതിനെ പ്രിസർവ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഏറ്റവും പഴയതാണെന്നാണ് പറയുന്നത്. ഇതിനെ ഓസ്റ്റർ സ്റ്റോദർമാൽം യാൻബാഗ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോഴും സമ്മേഴ്സിൽ റൺ ചെയ്യുന്നുണ്ട്. പഴയൊരു ടെലിഫോൺ ബൂത്ത് സെറ്റപ്പ് അല്ലേ? യെസ്, കണ്ടിന്യൂ പ്ലീസ്. ഇതാണ് അപ്പോൾ എന്താ പറയുക മാരിയ ഫ്രെഡിൻ്റെ ഒരു ഇതാണെന്ന് പഴയ ടിക്കറ്റ്സ് കൗണ്ടർ എന്ന് തോന്നുന്നു അല്ലേ? ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റോക്ക്ഹോമിന് അടുത്ത് വരെ പോകും. ഇവിടെ നിന്നൊരു 25 മിനിറ്റ്സ് എങ്ങാണ്ടുമാണ് വൺ സൈഡ്. സ്പോർ 1 എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം 1, അപ്പുറത്ത് സ്പോർ 2, സ്പോർ 3 ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ വിൽ സീ ദാറ്റ് ഇത് ചെറിയ നമ്മുടെ നോർമൽ റെയിൽവേ ട്രാക്കിനേക്കാൾ ചെറുതാണ് ഈ റെയിൽവേ ട്രാക്ക്. ആൻഡ് യെസ്, ഇത് ഭയങ്കര ചൂടാണ്. ട്രെയിൻ വരുന്നത് ഈ വഴി വന്നിട്ട് ഇതാണ് എൻഡിങ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വുഡൻ പ്ലാങ്ക് കാണാം. ഈ വുഡൻ പ്ലാങ്കിലേക്ക് ട്രെയിനിൻ്റെ എൻജിൻ കൊണ്ടുവന്നിട്ട് മാനുവലി തിരിക്കും. സോ ദാറ്റ് അതിന് റിട്ടേൺ എൻജിൻ പോകാനായിട്ടുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വന്ന് തിരിക്കുക. യെസ്, നമുക്ക് തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന അടുത്തോട്ടേക്ക് വി ആർ വാക്കിംഗ് ബാക്ക്. മാരിയ ഫ്രെഡ് എന്ന് പറഞ്ഞ പ്ലേസ് ഒരു മൊണാസ്ട്രിയിൽ നിന്ന് കിങ്ങിലേക്ക്, കിങ്ങിൽ നിന്ന് നമ്മുടെ കോമൺ പീപ്പിളിലേക്ക് അങ്ങനെ വന്നൊരു സ്ഥലം. അവിടെയുള്ള എല്ലാത്തിനും ഒരു 500 years ഹിസ്റ്ററി പറയാനുണ്ട് നമ്മളുടെ അടുത്ത്. പറ്റുകയാണെങ്കിൽ ഒന്ന് പോവൂ.